നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അനന്തപത്മനാഭന്റെ പാദസ്പർശമേറ്റതും ചരിത്രമെഴുത്തു തമ്പുരാനായ രാജ രവിവർമ്മയ്ക്ക് ജന്മം നൽകിയതുമായ തിരുവനന്തപുരം ജില്ലയിലെ മടവൂർ എന്ന ഗ്രാമത്തിലെ ഈ മഹാശിവക്ഷേത്രത്തിലാണ്. പാർവതി സമേതനായ മഹാദേവരാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. മഹാദേവർ കൂടാതെ മറ്റ് ഉപദേവതകളായ മഹാവിഷ്ണു, ഗണപതി, ഭദ്രകാളി, നാഗരാജാവ്, നാഗയക്ഷി എന്നീ ഉപദേവതകളും ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്നത് മുഖമണ്ഡപത്തിൽ സ്ഥിതി ചെയ്യുന്ന നന്ദികേശ പ്രതിഷ്ഠയാണ്. കേരളത്തിൽ തന്നെ അപൂർവം ശിവക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുപോന്നിട്ടുള്ള നന്ദികേശ പ്രതിഷ്ഠയാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്നത് ദേവൻ്റെ അതേ പ്രാധാന്യത്തോടുകൂടി നിവേദ്യവും പൂജയും നടത്തുന്നു എന്നുള്ളതാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന മഹാശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. തെക്കൻ കേരളത്തിലെ പ്രമുഖ ശിവക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ശിവക്ഷേത്രമാണ് ഇത്. അത്രയേറെ പഴമയും ഐതിഹ്യവും നിറഞ്ഞ ക്ഷേത്രമാണ് ഇത്. തിരുവിതാംകൂർ രാജഭരണത്തിനും വളരെ മുൻപ് തന്നെ കേരളവും പാണ്ഡ്യദേശവും ഒരു പ്രവിശ്യയായി കിടന്നിരുന്ന കാലഘട്ടത്തിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തോടൊപ്പം അതേ കാലയളവിൽ പണി കഴിപ്പിച്ചതെന്ന് കരുതപ്പെടുന്ന നിർമ്മാണ രീതിയും വാസ്തുവിദ്യാ ശൈലിയുമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. പഴമയെ വിളിച്ചറിയിക്കുന്ന രീതിയിലുള്ള ക്ഷേത്രഗോപുരവും കളപ്പുരയും ക്ഷേത്ര കൽപ്പടവുകളും മുഖമണ്ഡപവും ഊട്ടുപുരയും ശ്രീകോവിലും ബലിക്കപ്പുരയുമാണ് ഈ ക്ഷേത്രത്തിൻ്റേത്. ഈ ക്ഷേത്രം ഒരു കാലത്ത് ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ അധീനതയിൽ ആയിരുന്നു. മണ്ണൂർ മഠം ആണ് ഈ ക്ഷേത്രത്തിൻ്റെ അവകാശികൾ. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണനിർവഹണം നടത്തുന്നത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അധീനതയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന നാട്ടുകാരാൽ തന്നെയാണ്. മാണ്ഡവ്യൻ എന്ന മഹർഷി ശിഷ്യന്മാരുമൊത്തു ദേശാടനത്തിനായി സഞ്ചരിക്കുമ്പോൾ ഈ സ്ഥലം കാണുകയും ഇവിടം മഹർഷിക്ക് ചേതോഹരമായി തോന്നുകയാൽ ഒരാശ്രമം ഉണ്ടാക്കി ശിഷ്യന്മാരുമൊത്തു വസിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ശിവഭക്തനായ മുനി കൈലാസനാഥനെ ധ്യാനിച്ച് ഏറെ നാൾ തപസ്സാചരിച്ചു. തപസ്സിൽ സന്തുഷ്ടനായ ശ്രീ മഹാദേവൻ പ്രത്യക്ഷനാകുകയും വേണ്ട അനുഗ്രഹം നൽകുകയും ചെയ്തു. അങ്ങനെ ശ്രീ പരമേശ്വരനാൽ അനുഗ്രഹീതനായ മഹാമുനി ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ശ്രീ മഹാദേവരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ പ്രദേശത്തുള്ള 5 ദേശങ്ങൾ ദേവൻ്റെ സമ്പത്തായി പ്രഖ്യാപിച്ച് നിത്യപൂജയ്ക്കും ഭരണത്തിനുമായി ബ്രാഹ്മണന്മാരെ വരുത്തി ചുമതലയേൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ സ്ഥലങ്ങൾ സംരക്ഷിച്ച് കൃഷി ചെയ്യുന്നതിനു വേണ്ടി ആളുകളെ പാർപ്പിച്ച് പതിവായി നിലങ്ങളും പാട്ടമായി പുരയിടങ്ങളും അവരെ ഏൽപ്പിച്ചു. അതനുസരിച്ച് ബ്രാഹ്മണർ മടവൂർ എന്ന നാമകരണവും നടത്തി.